സമയം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. ദൈവവചനത്തിൽ നിന്ന് കേൾപ്പാനിടയായി. കഴിഞ്ഞ ഒരു മാസം മുഴുവനും നമ്മൾ ചിന്തിപ്പാനിടയായത്, കേൾക്കുവാനിടയായത്, ഒരുമിച്ച് ധ്യാനിപ്പാനിടയായത് നമ്മുടെ വിഷയം എന്തായിരുന്നു? ഡിവൈൻ ഇൻക്രീസ് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ചിന്തിപ്പാനിടയായത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി വിശ്വസിക്കണം, നമ്മുടെ ഈ ജീവിതത്തിൽ ഈ വർഷം കർത്താവ് ഒരു ഡിവൈൻ ഇൻക്രീസ് തരും. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ടത് അതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഉറങ്ങുവാണോ? അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തോട്ടെന്ന് പറഞ്ഞാൽ, ഈ വർഷം എൻ്റെ ജീവിതത്തിൽ ഇൻക്രീസിൻ്റെ വർഷമാണ് എന്ന് കൈ കൊടുത്ത് ധൈര്യത്തോടെ പറ. സ്തോത്രം. അപ്പോഴിപ്പോൾ ഇരിക്കുന്നവരൊന്ന് കാണിയെങ്കിലും ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ദിസ് ഇയർ, ഈ വർഷം എൻ്റെ ജീവിതത്തിലെ ഒരു ഡിവൈൻ ഇൻക്രീസ് ആണ്. ആമേൻ. കല്യാണം കഴിക്കാത്തവരൊക്കെ കൈ കൊടുത്ത് പറയണം, എൻ്റെ ജീവിതത്തിൽ ഇൻക്രീസ് വരാൻ പോവാന്ന്. സ്തോത്രം. ധൈര്യത്തോടെ പറഞ്ഞോണം, ഒരു കുഴപ്പമില്ല, ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. തലമുറ ഇല്ലാത്തവരും പറഞ്ഞോണം, എൻ്റെ ജീവിതത്തിൽ ഒരു ഇൻക്രീസ് ദൈവം തരാൻ പോകുകയാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരും പറഞ്ഞോണം, എൻ്റെ ജീവിതത്തിൽ ഇൻക്രീസ് വർഷമാണ്. ഹല്ലേലൂയ. ആത്മീക മണ്ഡലത്തിൽ എവിടെയെങ്കിലും പിറകിൽ കിടക്കുന്നെങ്കിലും അവരും പറയണം, ഈ വർഷം എൻ്റെ സ്പിരിച്വൽ ഇൻക്രീസിൻ്റെ വർഷമാണെന്ന്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രൊക്ലെയിം ചെയ്യും, വിശ്വാസത്തോടെ നമ്മൾ ക്ലെയിം ചെയ്യുന്നതാ, വിശ്വാസത്തോടെ പറയുന്നതാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അല്ലെ, വിശ്വാസത്തോടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. ആമേൻ. ദൈവത്തിൻ്റെ വചനമായി ഇങ്ങനെ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സൂര്യനെ നോക്കി ചന്ദ്രനെ നോക്കി നിൽക്കാൻ പറഞ്ഞാൽ അത് നിൽക്കുമെങ്കിൽ നമ്മുടെ നാവിൽ ഒരു അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കും. ആമേൻ. ആ ഫെയ്ത്ത് ഇന്ന് രാവിലെ സ്തോത്രം ഇംഗ്ലീഷ് സർവീസിൽ നമ്മൾ കേൾപ്പാനിടയായി. ഹല്ലേലൂയ. ആ ഫെയ്ത്ത്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏത് ചലഞ്ചിൻ്റെയും മധ്യത്തിൽ നിൽക്കുവാനുള്ള ആ വിശ്വാസം. ആമേൻ. നമ്മെ പലപ്പോഴും ചോദ്യം ചെയ്യിപ്പിക്കുന്ന, പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ വിശ്വാസം കൈവിടാതെ, ഇന്ന് പകൽക്കാലം സ്തോത്രം ബ്രദർ ലിതിൽ നിന്ന് കേട്ട ആ വലിയ സാക്ഷ്യം, ഹല്ലേലൂയ, എന്നെ വളരെ ചിന്തിപ്പാനിടയായി. എത്രമാത്രം സാധാരണ നിലയിൽ നമ്മൾ ചെറിയ റീസൺ വന്നാൽ പുറകോട്ട് ഓടിപ്പോകാൻ നിൽക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, അവർ അഭിമുഖീകരിച്ചതായ ആ വിഷയങ്ങളുടെ മുന്നിൽ ആ മാതാവ് വില കൊടുത്ത് നിന്നതുകൊണ്ട് ഇന്ന് തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ വചനം പോയി 4 വർഷം ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് കർത്താവിൻ്റെ വേലയിൽ നിൽപ്പാൻ അവനെ പ്രാപ്തനാക്കിയത് കരയുന്ന ഒരു അമ്മയുണ്ടായിരുന്നത് കൊണ്ടാണ്. ആമേൻ. മാതാവേ, ഞാൻ പറയട്ടെ, നിങ്ങൾ കരഞ്ഞാൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറായാൽ, നിങ്ങൾ കരയാൻ തയ്യാറായാൽ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ തലമുറകൾ ഇപ്പോൾ അവർ ഒരു പക്ഷേ പതറി നിൽക്കുന്നു നിങ്ങൾ തോന്നിയാലും വിശ്വസിക്കാൻ തയ്യാറാകുക. കർത്താവ് അവരുടെ തലമുറകളെ, നിങ്ങളുടെ കണ്ണുനീര് വെറുതെ പോകത്തില്ല, നിങ്ങളുടെ പ്രാർത്ഥന വെറുതെ പോകത്തില്ല. കരയുന്ന അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ തലമുറയെ നീ വന്ന പാതയിൽ നിർത്താൻ നിന്റെ കണ്ണുനീരിന്റെ ശക്തിയുണ്ട്. വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിപ്പാനിടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. കഴിഞ്ഞ മാസം നമ്മൾ മുഴുവനും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനിടയായി. ഈ മാസം ഞാൻ എടുത്തിരിക്കുന്ന അടുത്തൊരു വിഷയത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എൻ്റെ വിഷയം ഇതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പ്രത്യേകിച്ച് സ്ലൈഡ്സ് ഒന്നും ഉണ്ടായില്ല, എങ്കിലും ഹല്ലേലൂയ, ടേൺ യുവർ ഫെയിലിയർ ഇൻടു സക്സസ്. ടേൺ യുവർ ഫെയിലിയർ ഇൻടു സക്സസ്. എന്താണ്? നിങ്ങളുടെ പരാജയത്തെ ജയമാക്കി മാറ്റുക. ഹല്ലേലൂയ. വളരെ നല്ല ഒരു വിഷയമാണ്. ടേൺ യുവർ ഫെയിലിയർ ഇൻടു സക്സസ്. നമുക്കറിയാം, പരാജയം ജീവിതത്തിൽ സംഭവിക്കാറുണ്ടല്ലേ? പരാജയപ്പെടാത്ത ആരെങ്കിലുണ്ടോ ജീവിതത്തിൽ? ഒരിക്കലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയവും സംഭവിച്ചിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ ഒറ്റ പരാജയം, ഞാൻ തൊട്ടളം മൊത്തം പൊന്നെന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്തതെല്ലാം സക്സസ് ആയിരുന്നെന്ന് പറയാൻ പറ്റുമോ? ഉള്ളവരുണ്ടോ? സ്തോത്രം. ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ആർക്കും പറയാനുള്ള ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതിൻ്റെ ഇടയിൽ വല്ലവർക്കും ഉണ്ടോ എന്ന് അറിയത്തില്ല, എനിക്കില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കാരണം ജീവിതത്തിൽ ലോകത്തിലെ സകല ഉന്നതന്മാരും മഹാന്മാരും അറിയപ്പെടുന്ന പ്രശസ്തന്മാരും എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിലൊക്കെ പരാജയപ്പെട്ടവരാ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ ശ്രദ്ധിച്ചേ, ഓരോ മഹാന്മാരെ ശ്രദ്ധിച്ചേ, വ്യക്തികളെ ശ്രദ്ധിച്ചേ, അവരുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി പരാജയങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഈ കാണുന്ന ലൈറ്റ് ബൾബൊക്കെ കാണാറില്ലേ? ഇത് കണ്ടുപിടിച്ച ആരാ? തോമസ് എഡിസൺ അല്ലേ? സ്തോത്രം. അദ്ദേഹം എത്ര പരാജയപ്പെട്ടെന്നറിയാമോ? എത്രമാത്രം പ്രാവശ്യമായി ഈ ബൾബിൻ്റെ സക്സസ് അദ്ദേഹത്തിലേക്ക് വന്നേ?
999 പ്രാവശ്യവും പരാജയപ്പെട്ടു. പരാജയം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. ആ പരാജയത്തെ എന്ത് ചെയ്തു? ജയമാക്കി മാറ്റുവാൻ ഇടയായി. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ജീവിതത്തിൽ ഏത് പരാജയത്തെയും ജയമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. വചനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, സ്തോത്രം. നീതിമാൻ, വായിച്ച് പ്രോവർബ്സ് ചാപ്റ്റർ 24 വേഴ്സ് 16, സ്തോത്രം. ഇതിനെ ആധാരമാക്കി ഒരു കുറുവാക്യമാക്കി ആ വാക്യം എടുത്തു. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. മതി, സ്തോത്രം. അപ്പോ വീഴാൻ സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം എന്താ? വീഴുന്നുള്ളതല്ലേ? വീഴുന്നുള്ളതല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്? നീതിമാൻ 7 പ്രാവശ്യം വീണാലും, സോ there is a possibility, വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അവനോട് പറയാ, അവൻ വീണാലും അവൻ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. ഇതാ ഇന്നത്തെ നമ്മുടെ ചിന്ത. പരാജയം സംഭവിക്കാം, പരാജയങ്ങൾ ഉണ്ടാകാം. പക്ഷെ പരാജയപ്പെട്ടാലും പരാജയത്തിൽ കിടക്കുന്നവരല്ല ദൈവമക്കൾ. പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് കുതിച്ചുയരുന്നവരാണ് ദൈവമക്കൾ. ആമേൻ, സ്തോത്രം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ പരാജയരാണ്. ചിലർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്, ചിലർ കുടുംബത്തിൽ പരാജയപ്പെട്ടവരാണ്, ചിലർ ജോലിയിൽ പരാജയപ്പെട്ടവരാണ്, ചിലർ വ്യക്തിപരമായ പല ജീവിതത്തിൻ്റെ മേഖലകളിൽ പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീക മണ്ഡലത്തിൽ പരാജിതരാണ്, സ്തോത്രം. പ്രാർത്ഥനയിൽ പരാജിതരാണ്, ഉപവാസത്തിൽ പരാജിതരാണ്, അല്ലേ? ഉപവാസം എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം എന്തുവാ? പരാജയപ്പെട്ടു പോയെന്നാ, സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ യു ആർ ഫെയിലിയർ ഇൻ പ്രെയർ. വിശുദ്ധ ജീവിതത്തിൽ പരാജയപ്പെട്ടവർ, ആത്മീക ജീവിതത്തിൽ പരാജയപ്പെട്ടവർ, അങ്ങനെ വിവിധ മേഖലകളിൽ പരാജയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, സ്തോത്രം, എന്തിനല്ല? പരാജയപ്പെടാനല്ല, പരാജയത്തിൽ കിടക്കുവാനല്ല, പരാജയത്തിൽ നിന്നും പുറത്തു വരാനാ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് വ്യക്തമായി ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് അല്ല, അവിടെ കിടക്കാനല്ല, അവിടെ നിന്ന് പുറത്തു വരാനാ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ, സ്തോത്രം, തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ ചിന്തിക്കുന്നത്, ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടും പരാജയത്തിൽ ജയമാക്കി മാറ്റിയ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ പോകുകയാണ്. സ്തോത്രം. എന്നാൽ അതിനു മുന്നേ നമുക്ക് തിരുവനന്തപുരത്തിൽ 2 കൂട്ടരെ കാണാൻ കഴിയും. ഒന്ന്, ജീവിതം അമ്പേ പരാജയപ്പെട്ടു പോയവരെ കാണാൻ കഴിയും. 2, പരാജയപ്പെട്ടിട്ടും പരാജയത്തെ ജയമാക്കിയവരെയും കാണാൻ കഴിയുന്നുണ്ട്. ഈ 2 കൂട്ടരെ നമുക്ക് തിരുവനന്തപുരത്തിൽ കാണാൻ കഴിയും. പരാജയപ്പെട്ടവരുണ്ട്, പരാജയപ്പെട്ടിട്ടും പരാജയത്തെ ജയമാക്കി മാറ്റിയ പലരെയും തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ 2 കൂട്ടരെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ വരുന്ന ആഴ്ചകളിലെല്ലാം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിപ്പരയായും. സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽ ഞാൻ ചിന്തിക്കുന്നത് പരാജയം സംഭവിച്ച ചിലരെ കുറിച്ചാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി തീർന്നത്? എന്തുകൊണ്ട് അവരുടെ ജീവിതം പരാജയപ്പെട്ടു? നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഒത്തിരി പേരെ കാണും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി പലരും അമ്പേ പരാജയപ്പെട്ടു പോയ പലരെയും കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറയുമ്പോൾ തന്നെ ചിലരെ നിങ്ങളുടെ പിക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വരുന്നുണ്ട്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിൽ ചിലരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എല്ലാവരെയും കുറിച്ച് ഇന്ന് ചിന്തിച്ചു പോകാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. എങ്കിലും ലഭിച്ച സമയത്തിനകത്ത്, സ്തോത്രം, അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയെങ്കിലും നമുക്ക് ഇന്ന് ചിന്തിക്കാം. പ്രാരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവിതം പരാജയപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ആരാന്നറിയാമോ? ആരാ? പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. പലരുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ പരാജയപ്പെട്ട പലരുണ്ട്. കയ്യൻ ഒരു പരാജിതനാണ്. സ്തോത്രം. എന്നാൽ മറ്റൊരു ഇറങ്ങിത്തിരിച്ചിട്ട് പരാജയം അണിഞ്ഞ ഒരു വ്യക്തിയാണ് ലോത്ത്. ഹല്ലേലൂയ. ലോത്തിന്റെ ജീവിതം ഒരു പരാജയമായിരുന്നു, അല്ലേ? സ്തോത്രം. എന്നാൽ ലോത്തിനെ കുറിച്ച് പത്രോസ് പറയുന്ന ഒരു ടേമുണ്ട്. എന്താണെന്നറിയാമോ? പത്രോസ് പറഞ്ഞിരിക്കുന്ന ലോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വലഞ്ഞുപോയ നീതിമാൻ എന്നാ. വലഞ്ഞുപോയ നീതിമാൻ ലോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഈ ലോത്തിനെ കുറിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. അവൻ്റെ ജീവിതത്തിൽ എന്താണ് പരാജയം സംഭവിച്ചത്? എന്താണ് അത് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തുലനം ചെയ്തിട്ട് ഈ പരാജയങ്ങളെ നമുക്ക് എങ്ങനെ ജയമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്
പ്രാരംഭത്തിൽ ഇന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, ലോത്ത് അബ്രഹാമിനെ ദൈവം വിളിച്ചതും, സ്തോത്രം, അബ്രഹാമിനോട് പോയിട്ട് ദൈവം ഇടപെട്ടതും ലോത്തിന് നന്നായി അറിയാം. അതിന് ചരിത്ര പശ്ചാത്തലങ്ങൾ എങ്ങൊന്നും പോകുന്നില്ല. അപ്പോൾ ദൈവം അബ്രഹാമിനോട് കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ലോത്ത്. അബ്രഹാം എടുത്ത പല തീരുമാനങ്ങളും ഹല്ലേലൂയ ഒക്കെ ലോത്തിന് കാണാൻ കഴിയും. പക്ഷേ ലോത്തിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ ലോത്തിൻ്റെ പല തീരുമാനങ്ങളും പല തിരഞ്ഞെടുപ്പുകളും തൻ്റെ ജീവിതത്തിന് പരാജിതമായി തീർന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അബ്രഹാമിനോടൊപ്പം ഇറങ്ങിത്തിരിച്ച് യാത്ര ചെയ്ത ലോത്തിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ദർശനം പ്രാപിച്ച അബ്രഹാമിന്റെ ജീവിതം അവിടെ തുടക്കം കുറിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനോടൊപ്പം ഇറങ്ങിത്തിരിച്ച ലോത്തിന്റെ ചരിത്രം 19-ാം അധ്യായം കൊണ്ട് അവസാനിച്ചു. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ച് വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന അബ്രഹാമിന്റെ സ്തോത്രം, ആ സ്വന്തം സഹോദര പുത്രനായ ലോത്തിന്റെ ജീവിതം എന്തുകൊണ്ട് 19-ാം അധ്യായത്തിൽ അവസാനിച്ചു? എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം? ഇത് നമ്മളൊന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് ലോത്ത് പരാജയപ്പെട്ടു പോയത്? സ്തോത്രം. ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ പരാജയത്തിന് കാരണമായ ചില വസ്തുതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തെ കാരണം, സ്തോത്രം, ഹല്ലേലൂയ, ലോത്തിന്റെ നോട്ടമായിരുന്നു. നമുക്കറിയാമല്ലോ ലോത്തിന്റെ നോട്ടം. ഈ അവിടെ കാണാൻ കഴിയുന്ന, സ്തോത്രം, ലോത്തിന്റെ നോട്ടം 13-ാം അധ്യായത്തിലേക്ക് വന്നാൽ അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശങ്ങളൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. മതി, ശ്രദ്ധിച്ചേ. ഇവിടെ ലോത്തിന്റെ നോട്ടം അബ്രഹാമിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചുവെങ്കിലും അവന്റെ നോട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പന്തികേടുണ്ടായിരുന്നു. അബ്രഹാമിന്റെ ഒരു കാഴ്ചപ്പാടല്ലായിരുന്നു ലോത്തിന്റെ കാഴ്ചപ്പാട്. ഇവരുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാ. ആത്മീകന്റെയും അനാത്മീകന്റെയും കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. ദർശനമുള്ളവന്റെയും ദർശനമില്ലാത്തവന്റെയും കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. സ്തോത്രം. ദർശനമുള്ളവന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ആ കാഴ്ചപ്പാട് ദർശനമില്ലാത്ത വ്യക്തിക്കുണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും സഭയ്ക്കകത്തായാലും സമൂഹത്തിലായാലും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ദർശനമുള്ള വ്യക്തിയുടെ കാഴ്ചപ്പാട്, സ്തോത്രം, മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അവർ തമ്മിൽ എന്ത് ചെയ്തു? അഭിപ്രായ ശണ്ട കൂടേണ്ടി വന്നു. ആരൊക്കെയാ? അബ്രഹാമിന്റെ ദാസന്മാരും ലോത്തിന്റെ ദാസന്മാരും തമ്മിൽ ശണ്ട കൂടേണ്ടി വന്നു. അവർ പിരിയേണ്ടി വന്നു. ഒറ്റ റീസണേ ഉള്ളൂ, കാഴ്ചപ്പാടിന് വ്യത്യാസം സംഭവിച്ചു. സ്തോത്രം. അപ്പോൾ ഇവന്റെ നോട്ടം വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോ ഈ നോട്ടം പരാജയത്തിലേക്ക് ചെന്നെത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യവന്റെ നോട്ടം ഭൗതികതയിലായിരുന്നു, അല്ലേ? അവിടെ കാണാൻ കഴിയുന്നു. യവൻ എങ്ങോട്ട് നോക്കി? യോർദാൻ അരികെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യോർദാൻ അരികെ നീരോട്ടമുള്ളത് എന്ന് കണ്ടു. സ്തോത്രം. അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? യോർദാൻ അരികെ നീരോട്ടമുള്ളതെന്ന് കാണുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാൻ കഴിയുന്നു, ഹി ചൂസ് ദ ലാൻഡ് ദാറ്റ് ലുക്സ് ബെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ലതെന്ന് കണ്ട ദേശം അവൻ തിരഞ്ഞെടുത്തു. പക്ഷെ അവൻ ആത്മീകമായ സേഫ് ആയിട്ടുള്ള ദേശം എന്നല്ല പറഞ്ഞേ, അവന്റെ കാഴ്ചയിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയ ദേശം അവൻ തിരഞ്ഞെടുത്തു. അതിന്റെ അർത്ഥം അവന്റെ നോട്ടം ഒരു ഭൗതിക മണ്ഡലത്തിലേക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത് തുടക്കം എന്ന് പറയുന്ന നോട്ടമാണ്. ഈ നോട്ടം പരാജയത്തിൽ ചെന്നെത്തും. ചിന്തിച്ചു നോക്കിയേ, എത്രയോ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് എവിടെയാ? തുടക്കം. നോട്ടം. നോട്ടം നല്ലതാണ്, പക്ഷെ നേരോടെയുള്ള നോട്ടമായിരിക്കണം. സ്തോത്രം. റോങ് മോട്ടീവിലുള്ള നോട്ടം പരാജയത്തിൽ ചെന്നെത്തിക്കും. അങ്ങനെ പരാജയപ്പെട്ടു പോയ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ പിറകിൽ കിടക്കുന്നു. അപ്പോൾ നോട്ടത്തിനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ ഇങ്ങനെ ജോഷുവയെ കറക്റ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ ഈ നോട്ടത്തിനകത്ത് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ ഇച്ചിരി മുമ്പേ ഇങ്ങോട്ട് ഞാനൊന്ന് നോക്കി, ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷേ ആ നോട്ടത്തിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നോട്ടത്തിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ ഈ റോങ് നോട്ടമാണ് പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരായാലും സഹോദരിമാരായാലും യൗവനക്കാരായാലും കുഞ്ഞുങ്ങളായാലും ഓർത്തോണം, നിങ്ങളുടെ നോട്ടം റൈറ്റ് ആയിരിക്കണം. നോട്ടം
റൈറ്റ് ആയിരിക്കണം. സ്തോത്രം. റോങ് മോട്ടീവിലേക്ക് അങ്ങനെ പോയാൽ ജീവിതം പരാജയപ്പെട്ടു പോകും. അപ്പോൾ അത് എപ്പോഴും ഓർക്കണം. ഇപ്പോൾ ഇവിടെ ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, സ്തോത്രം, ഈ നോട്ടമാ ഒത്തിരി പരാജയങ്ങൾ. ഹല്ലേലൂയ. പരാജയങ്ങൾ പലപ്പോഴും നോട്ടത്തിലാണ് തുടങ്ങുന്നത്. നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ പരാജയം തന്നെ നോട്ടത്തിൽ തുടങ്ങിയതാ അല്ലേ? അവ്വയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് കാൺമാൻ അല്ലേ? 3:6 വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൺമാൻ ഭംഗിയുള്ളതും അല്ലേ? സ്തോത്രം. കാൺമാൻ ഭംഗിയുള്ളതും. അത് അവളുടെ നോട്ടം പരാജയത്തിൽ ചെന്നെത്താനിടയായി. മറ്റൊരാളൊരിക്കൽ നോക്കി പരാജയപ്പെട്ട ഒരു ചരിത്രമുണ്ട്. എവിടെയാണെന്നറിയാമോ? പുറത്തൊന്നുമല്ല, മണിമാളികയെ കയറി ഉലാവിയപ്പോൾ ഒരു നോട്ടം നോക്കിയതാ. എന്ത് ചെയ്തു? ആ നോട്ടം അവന്റെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി തീർന്നു. അപ്പോൾ എപ്പോഴും ഓർക്കണം, സ്തോത്രം, നോട്ടം. ഇവിടെ അനേകരുടെ പരാജയത്തിന്റെ കാരണം നോട്ടമാ. സ്തോത്രം. തിരുവചനത്തിൽ വെറുതെ അല്ല, കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ നോട്ടത്തിന്റെ കാഠിന്യത അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നോക്കുന്നതിനെ കുറിച്ചൊന്ന് പറയണേ. അതിന്റെ സ്തോത്രം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ. കണ്ടോ? ആ നോട്ടത്തിന് വ്യത്യാസമുണ്ട്. സ്തോത്രം. മോഹിക്കേണ്ടതിന് ഉള്ള നോട്ടം അതവന്റെ ജീവിതത്തിൽ പരാജയമാണ്. ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണം. സ്തോത്രം. മോഹിക്കേണ്ടതിനുള്ള നോട്ടമുണ്ട്. ഈ നോട്ടം ആ പരാജയം. അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. വ്യഭിചാരം ചെയ്തു പോയെന്നാ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാ വ്യഭിചാരം ചെയ്തേ? ഫിസിക്കലി വ്യഭിചാരം ചെയ്തോ അവര്? ലിസൺ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. ഫിസിക്കലി അവർ വ്യഭിചാരം ചെയ്തോ? ഇല്ല. ദേ ആർ നോട്ട് അഡൾട്ടറസ്. അന്നിങ്ങനെ ഒരു അഡൾട്ടറി ചെയ്തില്ല അവര്. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നു അവർ ചെയ്തു. എപ്പോൾ? അവളെ നോക്കുന്ന. ശ്രദ്ധിച്ചോണം, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അവളെ മോഹിക്കേണ്ടതിന് നോക്കിയ നോട്ടം വ്യഭിചാരത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ നോട്ടം എന്ത് സംഭവിച്ചു? അവനെ നിത്യ നരകത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഹത്തോടെയുള്ള നോട്ടം നിത്യ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ജീവിതം പരാജയപ്പെട്ടു പോകും. അപ്പോൾ ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവന്റെ നോട്ടമാ. ആമേൻ. സ്തോത്രം. അതുപോലെ പരാജയം സംഭവിച്ച ലോത്തിന്റെ ജീവിതത്തെ മാത്രമല്ല, ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണം എന്താ? ഉപ്പ് വീണായി പോയേ. തിരിഞ്ഞൊരു നോട്ടം നോക്കിയതേ ഉള്ളൂ. സ്തോത്രം. അവിടെ കൊണ്ട് അവളുടെ ജീവിതം അവസാനിച്ചു. അപ്പൊ നോക്കേണ്ടതേ നോക്കാവൂ, നോക്കാൻ പാടില്ലാത്തത് നോക്കരുത്. കാണേണ്ടതേ കാണാവൂ, കാണാൻ പാടില്ലാത്തത് കാണരുത്. സ്തോത്രം. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന, വചനം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമുക്ക് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടതുമുണ്ട്, കാണേണ്ടതുമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ലോത്തിന്റെ ജീവിതം, അവൻ ഭൗതിക മണ്ഡലത്തിലേക്ക് അവന്റെ കണ്ണുകൾ ഓടി. എന്നാൽ ദൈവമക്കളെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ എന്താ നോക്കേണ്ടത്? എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്? എബ്രായ ലേഖനം സ്തോത്രം 12-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവമക്കളുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? യേശുവിലേക്കായിരിക്കണം. ഭൗതിക മണ്ഡലങ്ങളിൽ അല്ല നമ്മുടെ കാഴ്ചപ്പാട് നിൽക്കേണ്ടത്. സ്തോത്രം. പിന്നെ ആത്മീക മണ്ഡലത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇവിടെ ശ്രദ്ധിക്കണേ, ആത്മീക മണ്ഡലത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയുമില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ നോക്കി പരാജയപ്പെട്ട ലോത്തല്ല നമ്മുടെ മാതൃക. അവങ്കിലേക്ക് നോക്കി ജീവരക്ഷ പ്രാപിച്ചവരാ നമ്മുടെ മാതൃക എന്ന് പറഞ്ഞത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നമ്മുടെ നോട്ടം മാറ്റിയെടുക്കണം. അല്ല ഭൗതിക മണ്ഡലങ്ങളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ അല്ല നമ്മുടെ ജീവിതം അമ്മയെ പരാജയപ്പെടും. ലോത്തിന്റെ ജീവിതത്തിന്റെ പരാജയം അവന്റെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി ആയിരുന്നില്ല, പ്യൂരിറ്റി ആയിരുന്നില്ല, മറിച്ച് അവന്റെ നോട്ടം പ്രോസ്പെരിറ്റി ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. He prioritized prosperity than the purity. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് നമ്മുടെ നോട്ടം ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിശ്വാസി അങ്ങോട്ട് നോക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ
യേശുവിനെ നോക്കണം. അപ്പോൾ ഒന്നാമത്തെ പരാജയം എന്തായിരുന്നു? ഹല്ലേലൂയ, അവൻ നോട്ടമായിരുന്നു അവന്റെ പരാജയം. രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത് അവന്റെ തിരഞ്ഞെടുപ്പായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഹി ചൂസ് ബൈ സൈറ്റ് നോട്ട് ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ, സ്തോത്രം. റോങ് സെലക്ഷൻ. രണ്ടാമത്തെ പരാജയം തെറ്റായ തിരഞ്ഞെടുപ്പാ. 13-11 വാക്യം. ലോത്ത് യോർദാൻ അരികെയുള്ള ദേശമൊക്കെയും തിരഞ്ഞെടുത്തു. മതി, സ്തോത്രം. യോർദാൻ അരികെയുള്ള ദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇതൊക്കെ പറഞ്ഞു പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പെട്ടെന്ന് പോവുക. നമുക്കറിയാം ലോകത്തോടുള്ള ലോത്തിന്റെ താല്പര്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. യോർദാനുള്ള ദേശമൊക്കെയും തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചേ. അബ്രഹാം കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ ഇതാ ലോത്ത് നീരൊഴുക്കുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക, നീരൊഴുക്കുള്ള സ്ഥലത്തിലേക്ക് പോകുക. സ്തോത്രം, ഹല്ലേലൂയ. സ്ഥലം നോക്കിപ്പോയി, തൻ്റെ കണ്ണിന് കാമ്യവും മനോഹരമായ ദേശം. ഹല്ലേലൂയ. അപ്പോൾ ലോത്തിന്റെ ജീവിതത്തിൽ ദൈവഹിത പ്രകാരം ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ല. ദൈവഹിത പ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല ലോത്ത് നടത്തിയത്. അതുകൊണ്ട് അതവന്റെ ജീവിതത്തിൽ മറിച്ച് ഒരു മാനുഷികമായ തിരഞ്ഞെടുപ്പ്. സ്തോത്രം. വിശദീകരണങ്ങളില്ലാതെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതവന്റെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണമായി. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഒത്തിരി പേരുടെ ജീവിതം പരാജയപ്പെട്ടത് അവരുടെ തിരഞ്ഞെടുപ്പാണ്. കുറെ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, അയ്യോ തിരഞ്ഞെടുത്തത് ശരിയായില്ല. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. ആമേൻ. അപ്പോ ലോത്ത് തിരഞ്ഞെടുത്തത് അവന്റെ ജീവിതത്തിന്റെ പരാജയമായി. അപ്പോൾ ഒത്തിരി പേരുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിന്റെ ഒക്കെ പരാജയം റോങ് സെലക്ഷനാണ്, തെറ്റായ തെരഞ്ഞെടുപ്പ്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഉള്ള തെരഞ്ഞെടുപ്പ്. സ്തോത്രം. ദൈവഹിതം മനസ്സിലാക്കാതെ ഉള്ള തെരഞ്ഞെടുപ്പ്. അപ്പോൾ ദൈവഹിതം തിരഞ്ഞെടുക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയും. ദൈവഹിതത്തിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് അബ്രഹാമിന്റെ ജീവിതം നടന്നത്. പക്ഷേ ഇറങ്ങിത്തിരിച്ച ലോത്തിന്റെ ജീവിതം റോങ് ആയിട്ട് അവൻ തിരഞ്ഞെടുത്തു. ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മൾ എന്തു തിരഞ്ഞെടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കൽ യോശുവ ജനത്തോട് പറഞ്ഞു, ഇതാ ദേശം നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നു, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ സ്തോത്രം തിരഞ്ഞെടുപ്പ്, ഈ ദൈവഗീതം അനുസരിച്ച് തിരഞ്ഞെടുത്തൊരു വ്യക്തിയെ നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വന്നാൽ സ്തോത്രം, അവിടെ ഒരു വ്യക്തിയെ കാണാം, മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. 11:24 വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. മോശയുടെ തെരഞ്ഞെടുപ്പ് നോക്കിക്കേ. ഫറവോന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ, പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ഉണ്ടായിട്ടും, കൊട്ടാരത്തിൽ വളരുവാനുള്ള എല്ലാ സാവകാശങ്ങളും ഉണ്ടായിട്ടും, ജീവിതത്തിൽ സുഖസമൃദ്ധിയോടെ അഭിമാനത്തോടെ പ്രൗഢിയോടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടും, അതിനേക്കാൾ ഉപരി ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഇവിടെ തെരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പ്രശ്നം പലപ്പോഴും ഈ ലോത്തിന് പറ്റിയത്, ഈ പ്രയോറിറ്റൈസ് ദ പ്രോസ്പെരിറ്റി ദാൻ ദ പ്യൂരിറ്റി. അവൻ തെരഞ്ഞെടുപ്പ് ഭൗതിക മണ്ഡലത്തിലായിരുന്നു, ഒരു വിശുദ്ധിയിലോ ആത്മീക മണ്ഡലത്തിലോ ഒരു തിരഞ്ഞെടുപ്പല്ല. ഇന്ന് തിരിച്ച് പേരുടെ ജീവിതത്തിന്റെ പരാജയം ഈ തിരഞ്ഞെടുപ്പാണ്. അവർ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത് ഒരു വെൽത്താണ്, ലോകത്തിന്റെ ധനമാണ് നിന്റെ ചിന്തയെങ്കിൽ, ലോകത്തിൽ ഭൗതികം ആത്മീയതയേക്കാൾ, വിശുദ്ധിയേക്കാൾ, അല്ലെ വേർപാടിനേക്കാൾ, ജീവിത ശുദ്ധിയേക്കാൾ അല്ലെ ഇമ്പോർട്ടന്റ് പണമെന്നുള്ള ചിന്ത, ഭൗതികമെന്നുള്ള ചിന്ത, ഇതല്ലേ അനേകരുടെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണം. സ്തോത്രം. ഇതവരെവിടെ കൊണ്ടെത്തിച്ചു? നിത്യനാശത്തിൽ കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റാ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലെ തിരഞ്ഞെടുത്ത പലരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ നമ്മൾ പഠിച്ചാൽ ഈ തിരഞ്ഞെടുപ്പ് നടത്തി പരാജയപ്പെട്ടു പോയ വ്യക്തിയാ ഈ ലോത്ത്. പക്ഷേ അബ്രഹാമിനെ നോക്കിയേ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച്
ദൈവ ഇഷ്ടമനുസരിച്ച് അവൻ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവഹിതമല്ലാത്ത അനുഗ്രഹത്തെക്കാൾ എത്രയോ നല്ലതാ പട്ടിണി കിടന്ന് വിശുദ്ധിയിൽ ജീവിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവഹിതമല്ലാത്ത സമൃദ്ധിയേക്കാൾ, സമ്പത്തിനേക്കാൾ, ഉയർച്ചയേക്കാൾ എത്രയോ നല്ലതാ, സ്തോത്രം, പട്ടിണി കിടന്ന് വിശുദ്ധിയോടെ മരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാ പലരും പൂർവ്വകാലങ്ങളിൽ ചെയ്തത്. അവർ ചിലതൊക്കെ വേണ്ട എന്ന് വെച്ചത് എന്തിനു വേണ്ടിയാ? വിശുദ്ധിക്ക് വേണ്ടിയാ. സ്തോത്രം. സമൂഹത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ള ചിന്ത അകത്തളത്ത് കയറിയപ്പോൾ ചിലതൊക്കെ നോ എന്ന് പറയാൻ അവർ ഇടയായി. ഇവിടെ ലോത്തിന്റെ ജീവിതം, സ്തോത്രം, പരാജയപ്പെടുവാനുള്ള കാരണം ലോകമയത്തോടെ, സമ്പത്തിനോട്, ഭൗതികത്തോടെ അവൻ ഇഴകിച്ചേർന്നത് കൊണ്ട് വിശുദ്ധി പിറകിൽ എടുത്തു കളഞ്ഞു, ദൈവിക പാത പിറകിൽ കഴിഞ്ഞു. അത് പരാജയത്തിന് കാരണമായി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാകും. അതുകൊണ്ട് കർത്താവ് തന്നെ ഊമയായി പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അല്ല സ്തോത്രം, നീ രണ്ട് കണ്ണും കൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാ ഒറ്റ കണ്ണനായി സ്വർഗത്തിൽ പോകുന്നേ. സ്തോത്രം. നീ രണ്ട് കാലം കൊണ്ട് നരകത്തിൽ ചെന്ന് വീഴുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഒറ്റക്കാലിനായി സ്വർഗത്തിൽ പോന്നേ. അർത്ഥമല്ല, മനസ്സിലാകുന്നുണ്ടോ? ഈ ഭൗതിക ലോകത്തിൽ സമ്പത്തോടെ സമൃദ്ധിയോടെ ജീവിച്ചിട്ട് നിത്യ നരകത്തിൽ കേഴുന്നതിനേക്കാളും എത്രയോ നല്ലതാ ചിലതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് വിശുദ്ധിയോടെ നിന്ന് സ്വർഗത്തിൽ പോകുന്നേ. സ്തോത്രം. വ്യക്തമായി മനസ്സിലാക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതാണ് ലോകത്തിന്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമായി തീർന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണ്? ഏത് നമ്മൾ തിരഞ്ഞെടുക്കും? വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ, വേർപാടിന് വേണ്ടി നിൽക്കുവാൻ, വില കൊടുക്കാൻ, പട്ടിണി കിടക്കാൻ, ഒന്നുമില്ല എന്ന് തീരുവാൻ നമ്മൾ എത്ര പേര് തയ്യാറാകും? ഇത് അവന്റെ ജീവിതത്തിൽ ഒരു പരാജയമായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് ലോത്തിന്റെ ഒരു പരാജയം. അടുത്തതാണ് അവന്റെ പരാജയം, അബ്രഹാമിൽ നിന്നുള്ളതായ വേർപാട്. ഹല്ലേലൂയ. He moved towards the corrupt culture. ഹല്ലേലൂയ. Separation. His separation. വേർപാട്. അതാണ് കാണുന്നത്. അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി, അവർ തമ്മിൽ പിരിഞ്ഞു. ഇതുവരെ ഒരുമിച്ച് വന്നവരാ, ഒരുമിച്ച് കൂട്ടായ്മ കൂടിയവരാ, ഒരുമിച്ച് ആരാധിച്ചവരാ, ഒരുമിച്ച് യാഗം കഴിച്ചവരാ, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തവരാ. പക്ഷേ തെരഞ്ഞെടുപ്പ് തെറ്റിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? പിരിഞ്ഞു. ഇതുവരെ ലോത്തിന്റെ ജീവിതം ദൈവവിളി കേട്ട, ദൈവഗതപ്രകാരം നടക്കുന്ന അബ്രഹാമിനോടൊപ്പമായിരുന്നു. അബ്രഹാം അതിസമ്പന്നനായിരുന്നെങ്കിലും, സ്തോത്രം, ലോത്തിന്റെ സമ്പന്നതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, താൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവനെക്കുറിച്ച് ഒന്നും കാണുന്നില്ല. ലോത്ത് സമ്പന്നനായിരുന്നോ എന്നൊന്നും അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ സമ്പന്നനായി, ലോത്തും സമ്പന്നനായി, അവനും കന്നുകാലികളും ഉണ്ടായി, ദാസിദാസന്മാരുണ്ടായി. അവിടെയാണ് അതല്ലോ നമുക്ക് കാണുന്നത്. അപ്പോൾ സ്തോത്രം, ഇവർ തമ്മിൽ വേർപിരിയുവാൻ എന്ത് കാരണമായി? സമ്പത്ത് ഒരു കാരണമായി, സമ്പന്നത ഒരു കാരണമായി. നോക്കി, ഒത്തിരി കുടുംബങ്ങളിൽ തകർച്ച വന്നത് ഈ ഒരു വിഷയമല്ലേ? എത്രയോ സഹോദര ബന്ധങ്ങൾ തകർന്നത് സമ്പത്തല്ലേ? ദൈവം കൊടുത്ത നന്മയല്ലേ? സ്തോത്രം. ഇതാണ് ഇവരുടെയും ജീവിതം. ഇത്രയും നാൾ യാഗവും യാഗവിടവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ വേർപെട്ട് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ നോക്കിയേ, ലോത്ത് മാറി വേർപെട്ട് യോർദാനകത്തുള്ള നീരൊഴുക്കുള്ള സ്ഥലത്തേക്ക് ചെന്നു. ഇത്രയും നാള് സന്ധ്യയാവുമ്പോൾ അബ്രഹാമും ദാസന്മാരും എല്ലാം കുത്തിയിരുന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ സന്ധ്യാപ്രാർത്ഥന നടക്കും, പ്രഭാത പ്രാർത്ഥന നടക്കും, കൂടെ യാഗം നടക്കും, ആരാധന നടക്കും. ഇതെല്ലാം ക്രമമായി നടക്കുക. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പിരിഞ്ഞ്, സ്തോത്രം, എങ്ങോട്ട് പോയി? യോർദാന്റെ പ്രദേശത്ത് പോയപ്പോൾ ഇപ്പൊ ആരാധനയില്ല, പ്രാർത്ഥനയില്ല, യാഗമില്ല. അവിടെ യാഗമൊന്നും ലോത്ത് പോയി യാഗം കഴിച്ചിട്ടൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ അബ്രഹാം അടുത്ത്, സ്തോത്രം, അബ്രഹാം ലോത്തിൽ നിന്ന് അബ്രഹാം വേർപിരിഞ്ഞ ഉടനെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ അവൻ അങ്ങോട്ട് മാറി വീണ്ടും യാഗം കഴിച്ചു. കണ്ടോ? സ്തോത്രം. അപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത യാഗം അബ്രഹാം കഴിക്കുക. വേർപിരിയുണ്ട്. പോയി കഴിഞ്ഞിട്ട് എവിടെ പോയി? യോർദാന്റെ പ്രദേശത്ത്, നീരൊഴുക്കുള്ള പ്രദേശത്ത് പോയി. ഇപ്പോൾ ലോത്തും കുടുംബവും സുഖമായി ജീവിക്കുക. ശ്രദ്ധിച്ചേ, ഈ മൂവേഴ്സ് ദ ഹല്ലേലൂയ, സ്തോത്രം, എങ്ങോട്ട് പോയി? ഒരു സെപ്പറേഷൻ അവിടെ കാണുക. സ്തോത്രം, ഒരു വേർപാട്, ദൈവശബ്ദമില്ല. ഇപ്പോൾ സുഖസമൃദ്ധി ജീവിക്കുക. അബ്രഹാമും ലോത്തുമുള്ള വേർപാട് ഒരു കൂട്ടായ്മ ബന്ധത്തെയാണ് കാണിക്കുന്നത്. കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടാൽ
ജീവിതത്തിൻ്റെ പരാജയമാണ്. സ്തോത്രം. ദൈവമക്കൾ ഓർത്തോണം, എത്രത്തോളം നമ്മൾ കൂട്ടായ്മയുമായി നിൽക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമാണ്. എന്നാൽ കൂട്ടായ്മയിൽ നിന്ന് അകന്നു മാറിയാൽ അത് ജീവിതത്തിൻ്റെ പരാജയമാണ്. ഹല്ലേലൂയ. എപ്പോഴും അല്ല വേർപിരിയല്ല, ചേർന്ന് നിൽക്കുന്ന, എവിടെയാണ് റിസൾട്ട് ഉണ്ടാകുന്നത്? എല്ലാ കാലത്തും സ്തോത്രം ചേർന്ന് നിൽക്കുമ്പോഴാണ് ജയിക്കാൻ കഴിയുന്നത്. വേർവിട്ട് മാറുന്നവരെല്ലാം പരാജയ. നമ്മൾ സ്ഥിതി നോക്കിയാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മീക മണ്ഡലത്തിൽ നിന്നും ആരും മാറിയാലും അത് ഭൗതികമായ മണ്ഡലത്തിലേക്ക് ഒഴുകുമ്പോൾ അത് പരാജയമാണ്. സ്തോത്രം. ഇതുപോലെ ഞാൻ പിരിയത്തില്ലെന്നും പറഞ്ഞ് ചേർന്ന് നിന്നൊരു വ്യക്തിയെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ആരാന്നറിയാമോ? ആര് പോയാലും ഞാൻ പോകത്തില്ല, ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. ആരാ? പറ. ഞാൻ ആര് പോയാലും ഞാൻ പോകത്തില്ല. സ്തോത്രം. ഇവിടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, രൂത്ത് അമ്മാമിയോട് പറയാ, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ കുടുംബം എൻ്റെ കുടുംബം. എന്താ വായിച്ചു നോക്കി, വായിക്കേ. സ്തോത്രം. ഇത് രൂത്തിന്റെ പുസ്തകം 1:14-17 വരെ. 14 മുതൽ 17 പെട്ടെന്ന് വായിച്ചു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. അവൾ പിരിഞ്ഞു. രൂത്ത് അവളോട് പറ്റി നിന്നു. അവളോട് പറ്റി നിന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ, രൂത്ത് അവളോട് പറ്റി നിന്ന്. എന്നിട്ട് രൂത്ത് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും നീ എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. ശ്രദ്ധിച്ചേ, ഇപ്പോ രൂത്തിന്റെ ഒരു തീരുമാനം. അവൾ പറയാ, ഇല്ല, ഞാൻ പിരിയത്തില്ല. പിരിയാതെ. സ്തോത്രം. എന്നാൽ അവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു വ്യക്തി ആരാ? ഓർപ്പ. അവൾ ചുംബനം കൊടുത്ത് പിരിഞ്ഞു. അവിടം കൊണ്ട് ഓർപ്പയുടെ ചരിത്രം അവസാനിച്ചു. എന്നാൽ പറ്റി നിന്ന രൂത്തിന്റെ ചരിത്രം അവിടെ തുടങ്ങിയ. സ്തോത്രം. എവിടെ വരെ വരുന്നോ? പുതിയ നിയമത്തിൽ വംശാവലിയിൽ എഴുതുമ്പോൾ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കർത്താവായ യേശുവിന്റെ വലിയമ്മയാകുവാനുള്ള പദവി വരെ ലഭിച്ചത് എന്തുകൊണ്ടാ? ചേർന്ന് നിന്നത് കൊണ്ടാ, പറ്റി നിന്നത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. നീ കർത്താവുമായി പറ്റി നിൽക്കുന്നിടത്തോളം കാലം ഒരു പരാജയം ജീവിതത്തിൽ കട്ടത്തില്ല. എന്നാൽ കർത്താവിൽ നിന്ന് എപ്പോൾ നീ അകന്നു മാറുന്നോ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റുന്നോ, അത് ജീവിതത്തിന്റെ പരാജയമായി മാറും. എന്നാൽ ദൈവമക്കളോട് ഞാൻ പറയാം, നീ കർത്താവിനോട് പറ്റി നിന്നാൽ there start your history. അവിടെ നിങ്ങളുടെ ചരിത്രം തുടങ്ങുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്ന അവിടെയാണ്. അപ്പോൾ അത് പരാജയം, വേർപാട് ഒരു പരാജയമായി മാറി. വേഗത്തിൽ മുന്നോട്ട് പോകുക. അടുത്തത് സ്തോത്രം, തൻ്റെ പരാജയം, he moved towards a corrupt culture. യോഗ്യമല്ലാത്ത സ്ഥലത്ത് അവൾ പാർക്കാൻ തുടങ്ങി. ആരാ? ലോത്ത് പാർക്കാൻ തുടങ്ങി. he moved towards a corrupt culture. ഹല്ലേലൂയ. അതായിരുന്നു ലോത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു പരാജയം. അതിന്റെ 12-ാം വാക്യം വായിച്ചേ. 13:12. അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ഉണ്ടോ? ശ്രദ്ധിക്കണേ, ഇവിടെ ലോത്തിന്റെ ആ മൂവ്മെന്റ്സ് ഒന്ന് നോക്കിക്കേ. അവൻ സ്തോത്രം ഇവിടെ പെട്ടെന്ന് സോദോമിലേക്ക് അങ്ങ് ജമ്പ് ചെയ്തെന്നല്ല പറഞ്ഞേ. He didn't jump into Sodom, but he drifted step by step. പെയ്യെ എങ്ങോട്ട് പോവുക? സോദോമിലെ. അതിന്റെ മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ലോത്ത് താമസിക്കുന്നത് എവിടെയാ? യോർദാൻ അരികെയുള്ള പ്രദേശത്ത്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ? അബ്രഹാം കനാനിൽ കൂടാരത്തിൽ പാർക്കുമ്പോൾ ലോത്ത് എവിടെ താമസിക്കുക? യോർദാൻ അരികെയുള്ള പ്രദേശത്ത്. സ്തോത്രം. അവിടെ താമസം. ഇപ്പോൾ എന്നിട്ട് പറയാണ്, ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, the first he pinched, അവിടെ പറഞ്ഞിരിക്കുന്നു, ആദ്യമായി താൻ കൂടാൻ ടെന്റ് എവിടെ അടുപ്പിച്ചു? നിയർ സോദോം. 12-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സോദോം നിവാസികൾ ദുഷ്ടന്മാരും. സോറി, അവിടെ പറഞ്ഞു ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം. സോദോം വരെ. കണ്ടോ? ഇപ്പൊ സോദോം വരെ പോയുള്ളൂ. എന്നാൽ സ്തോത്രം 14:12 നോക്കിക്കേ. അവൻ he lived in Sodom. അബ്രാമിന്റെ സഹോദരന്റെ മകനായ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും. സോദോമിൽ പാർത്തിരുന്നു. അപ്പൊ ലോത്ത് ഇപ്പൊ എവിടെ പാർക്കുന്നേ? മറ്റേത് കൂടാരം സോദോമിലേക്കൊന്ന് ജസ്റ്റ് അടിച്ചു.
ഇപ്പോൾ 14-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇവൻ എവിടെ പാർക്കുക? സോദോമിൽ പാർക്കുക. ലേറ്റർ അവിടവും കഴിഞ്ഞിട്ട് 19-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവൻ ഇങ്ങനെ കാലുമേ കയലും കെട്ടിയിട്ട് സിറ്റിയുടെ അല്ലെങ്കിൽ ആ ദേശത്തിന്റെ ഒരു വലിയ പ്രഭുവായി ഇങ്ങനെ കുത്തിയിരിക്കുക. 19-ന്റെ സ്തോത്രം. ആ, ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. കണ്ടോ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നേ പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയുള്ള ആദ്യമേ സോദോമിലേക്ക് ഇങ്ങനെ പോയി, 2 അവിടെ പോയി പാർത്ത്, ഇപ്പൊ പട്ടണത്തിന്റെ വാതിക്കൽ ഇവൻ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾക്ക് യോഗ്യമല്ലാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ പാർക്കരുത്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇങ്ങനെയുള്ള ജനം, ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെയുള്ള ജനം ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ ഒന്ന് വായിച്ചത്. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. സ്തോത്രം. മഹാപാപികളുമായിരുന്നു. ഈ പാർപ്പ് അവന്റെ ജീവിതത്തിലെ ഒരു പരാജയമായി മാറി. ദൈവമക്കളെ, ദൈവഗതമല്ലാത്ത യോഗ്യമല്ലാത്ത നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ, അയോഗ്യമായിട്ടുള്ള വഴിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, സ്തോത്രം, ഒരു കാര്യം ഉറപ്പാ, ജീവിതം പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ 1-ാം സങ്കീർത്തനം വ്യക്തമായി എഴുതിയത്. ഹല്ലേലൂയ. എവിടെ പോകരുത്, എവിടെ പോകരുത്, എവിടെ വായിച്ചത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. കണ്ടോ? അപ്പം നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്. ഈ 3 മണ്ഡലങ്ങളിലും ദൈവമക്കൾ വേർപാട് പാലിക്കണം. അപ്പോ സ്തോത്രം, ഇത് അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു തീരുമാനം, അവന്റെ ജീവിതത്തിലെ പരാജയം അത് തന്നെയായിരുന്നു. അവന്റെ ജീവിതത്തിലെ പരാജയം അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കണം, അവന്റെ ജീവിതത്തിൽ യോഗ്യമല്ലാത്ത സ്ഥലത്ത് പാർത്തത് അവന്റെ ജീവിതത്തിൽ ഒരു പരാജയമായി മാറി. അങ്ങനെയെങ്കിൽ നമുക്ക് വെച്ചിരിക്കുന്നൊരു ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറിക്ക് അപ്പുറം പോയി താമസിച്ചാൽ അത് ജീവിതത്തിൽ പരാജയമാണ്. ഹല്ലേലൂയ. ഇപ്പൊ ലോത്തിന്റെ ജീവിതത്തിലെ പരാജയം, അവൻ പാർക്കുന്ന സ്ഥലം, അത് വീണ്ടും നമ്മൾ മുന്നോട്ട് ചിന്തിച്ചാൽ എന്തുമാത്രം പരാജയമാണ് അവൻ്റെ ജീവിതത്തിൽ. ഇവിടെ സ്തോത്രം, ഈ ഒരു ചെറിയ മിസ്റ്റേക്കാ, ചെറുതായിട്ട് അങ്ങോട്ട് പോയതാ, പക്ഷെ അത് വലിയ പാപത്തിലേക്ക്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, സ്മോൾ കോംപ്രമൈസ് ബിക്കം എ ബിഗ് കോൺസിക്വൻസ്. നമ്മൾ ചെറുതായിട്ടാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ബട്ട് യു നീഡ് ടു റിമെമ്പർ ദാറ്റ് ലേറ്റർ ഇറ്റ് ബിക്കെയിം യു ഹാവ് ടു പേ ബിഗ് അതിന് വലിയ കോൺസിക്വൻസാണ് ഉള്ളത്. നമ്മൾ വിചാരിക്കുന്നത് ഓക്കെയാണ്, ചെറുതാണ്, ചെറിയ കോംപ്രമൈസാണ്. ദൈവമക്കൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത് കോംപ്രമൈസ് ചെയ്യരുത്. സ്തോത്രം. ലേറ്റർ അവസാനം ഇത് പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോത്തിന്റെ തിരഞ്ഞെടുപ്പ്, ലോത്തിന്റെ വാസം, തൻ്റെ നോട്ടം തനിക്കൊരു പരാജയമായതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ നോട്ടം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ താമസം ജീവിതത്തിൽ ഒരു പരാജയത്തിന് കാരണമായി മാറരുത്. സ്തോത്രം. ഇവിടെ അതാണ് സംഭവിച്ചത്. വേഗത്തിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ലോത്ത് യോഗ്യമല്ലാത്ത, ഹി മൂവ് ടുവേഴ്സ് എ കറപ്റ്റ് കൾച്ചർ എന്നാണ് കാണുന്നത്. സ്തോത്രം. അടുത്ത കാര്യം, ഹി ഫെയിൽഡ് ടു ഇൻഫ്ലുവൻസ് ഹിസ് ഫാമിലി സ്പിരിച്വലി. സ്തോത്രം. അല്ലെങ്കിൽ ഹി ഫെയിൽഡ് ടു സ്പിരിച്വലി ഇൻഫ്ലുവൻസ് ഹിസ് ഫാമിലി. നോക്കിക്കേ, ആത്മീക മണ്ഡലത്തിൽ ആ കുടുംബത്തെ സ്വാധീനിക്കാൻ അവൻ പരാജയപ്പെട്ടു. ലോത്ത് ദൈവത്തെ വിശ്വസിച്ചു, പക്ഷേ ഇവന്റെ ഫാമിലി, കുടുംബം എന്ത് ചെയ്തില്ല, ആ വിഷയത്തെ വലിയ സീരിയസ് ആയി കണ്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയില്ല, യാഗവും ഇല്ലാതെ വന്നപ്പോൾ കൂടെ കുറെ മക്കളുണ്ടായിരുന്നല്ലോ. ആരാ? 2 മക്കളും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നല്ലോ. യവനിപ്പോ പെന്ന് ഉപദേശം പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമൊന്നുമല്ല. അവർ പറയും, അപ്പൻ എന്തുവാ കളി പറയുന്നു. സ്തോത്രം. മനസ്സിലായോ? എന്താ പറ്റിയത്? യോഗ്യമല്ലാത്ത സ്ഥലത്തിലേക്ക് തെരഞ്ഞെടുത്തു, യോഗ്യമല്ലാത്ത സ്ഥലത്ത് താമസം തുടങ്ങി. ഇപ്പോൾ അപ്പൻ പറയുന്നത് ഒരു കളിവാക്കാ. സീരിയസ് കാര്യം പറഞ്ഞാലും, ഉപദേശം പറഞ്ഞാലും, വചനം പറഞ്ഞാലും മക്കൾക്കൊരു കളിവാക്കായി മാറി. കാരണം എന്താ? അപ്പൻ്റെ തെരഞ്ഞെടുപ്പാ. ഞാൻ ആ വാക്യം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ 19-ന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യവൻ ചെന്ന് മരുമക്കളോടൊക്കെ ഉപദേശം പറയുക. ഉപദേശം പറയുമ്പോൾ മരുമക്കൾ പറയുന്നൊരു കാര്യമുണ്ട്. വായിച്ചേ. എന്നാൽ അവൻ കളി പറയുന്നുവെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. അവൻ എന്താ പറഞ്ഞപ്പോഴാ? ഒന്ന് മുന്നേ വായിച്ചേ.
അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ പട്ടണം വിട്ട് പുറപ്പെടുവീൻ. ഇപ്പൊ കാര്യം സീരിയസിലേക്ക് വരിക. കോൺസിക്വൻസ് വന്നു കണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ പരാജയവും നോട്ടത്തിന്റെ പരാജയവും പോയി വാസം ചെയ്തതിന്റെ പരാജയം എല്ലാം വന്ന രീതി കണ്ടോ? ഇപ്പോൾ കാര്യം സീരിയസിലേക്ക് വന്നപ്പോൾ മക്കളെരിക്കെ ചെന്ന് പറയാ, മക്കളെ we need to go, നമുക്ക് ഇനി പോണം. സ്തോത്രം. കൈവിട്ടുപോയി ഇത് രക്ഷയില്ല. അപ്പോഴും മക്കൾ പറയുന്നത് അറിയാം. അപ്പ എന്താ കളിവാക്ക് പറയുന്നോ? എന്താ അവർക്ക് അങ്ങനെ തോന്നിയേ? എന്താ മക്കൾക്ക് അപ്പൻ പറഞ്ഞ കാര്യം കളിവാക്കായി തോന്നിയത്? അപ്പൻ കാണിച്ച മാതൃക. അപ്പൻ എവിടെ താമസിച്ചു? അപ്പൻ എന്തു തിരഞ്ഞെടുത്തു? അപ്പന്റെ നോട്ടം എന്തായിരുന്നു? ഇന്ന് മക്കൾക്ക് അപ്പൻ പറയുന്ന ഒരു വിലയല്ല. ദൈവമക്കളെ, ഇവിടെയാ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയുന്ന വിശുദ്ധിയുടെ, നമ്മൾ പറയുന്ന ഉപദേശത്തിന്റെ, നമ്മൾ പറയുന്ന അനുസരണത്തിന്റെ വാല്യൂ നമ്മുടെ തലമുറകൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മൾ കൊടുക്കുന്ന വിശുദ്ധിയുടെ ജീവിതവും നമ്മൾ പഠിപ്പിക്കുന്ന പഠിപ്പീരും അവരുടെ മുന്നിൽ മാതൃകയായിരിക്കണം. സ്തോത്രം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അപ്പൻ പറയുന്നത്, അമ്മ പറയുന്നത് മക്കൾക്ക് എന്തായി തോന്നും? കളിവാക്കായി തോന്നും. ഹല്ലേലൂയ. സ്തോത്രം. തീർന്നില്ല. വീണ്ടും അവനെ കുറിച്ച് ചിന്തിച്ചാൽ his wife looked back and was destroyed. നോക്കിക്കേ അതിന്റെ 19-20. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം. അത് ചെറിയതുമാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ. അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷയുണ്ടാകും. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇപ്പോ ഇവിടെ അവിടെ കാണുന്നു അവന്റെ ഭാര്യ, ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി പോയി. അവിടെയും എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കി? പിറകിൽ കിടക്കുക. ഇപ്പോൾ അവളുടെ നോട്ടം മുന്നോട്ടല്ല, പിറകിൽ കിടക്കുന്ന അവളുടെ സമ്പത്ത്, പിറകിൽ കിടക്കുന്ന അവളുടെ ഭൗതികത, ഇതിലേക്ക് അവൾ തിരിഞ്ഞു നോക്കിയ അവിടെ കൊണ്ട് അവളെ അവസാനിച്ചു. തീർന്നില്ല. മക്കളുടെ ജീവിതത്തിലേക്ക് വന്നേ. മക്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചത്, യോഗ്യമല്ലാത്ത സ്ഥലത്ത് ചെന്ന് പാർത്തപ്പോൾ എവരെ സ്വാധീനിച്ചത് എന്താണെന്നറിയാമോ? അവിടുത്തെ കൾച്ചറാ, അവിടുത്തെ ജീവിത രീതിയാ. സ്തോത്രം. അതുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു പരിധി വന്നു കഴിഞ്ഞപ്പോൾ മക്കൾ രണ്ടും കൂടെ കൂടിയാലോചന ചെയ്തു. അതാണ് അതിൻ്റെ സ്തോത്രം. 19-ാം അധ്യായം 30 മുതൽ 38. ഇപ്പോൾ വായിക്കണ്ട, അവിടെ കാണാം. നിങ്ങൾ ഇരുന്ന് വായിച്ചാൽ മതി. സ്തോത്രം. എന്തുകൊണ്ടാ ഈ രണ്ട് പെൺമക്കള് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വന്നേ? നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കോ. അവിടെ കാണുന്ന അവർ പറയുന്നത്, നമുക്ക് തലമുറ ഉണ്ടാകാൻ എവിടെ പോകണം? അപ്പൻ്റെ അരികെ പോകാൻ. എവിടുന്ന് കിട്ടി ഈ കൾച്ചർ? എവിടുന്ന് കിട്ടി ഈ ഉപദേശം? അബ്രഹാമിൽ നിന്നോ അതോ സോമദോമിൽ നിന്നോ? സ്തോത്രം. മനസ്സിലാക്കുന്നുണ്ടോ? തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് ശരിയല്ലെങ്കിൽ മക്കളെ സ്വാധീനിക്കും വിഷയം. ഇപ്പോൾ ഈ അധർമ്മം ചെയ്യാൻ ഈ പെൺമക്കൾ മനസാക്ഷിയിൽ അവൾ ആ നിലയിൽ ആയിപ്പോയതിന്റെ കാരണം എന്താ? സോദോമിലെ വാസമാണ്. ഇപ്പം അപ്പൻ പരാജയപ്പെട്ടു, ഭാര്യ ഉപ്പുതൂണായി, രണ്ട് മക്കൾ മ്ലേച്ഛതയിൽ, ഇമ്മോറാലിറ്റിയിൽ പിടിക്കപ്പെടുക. അതിൽ പിന്നീട് 2 തലമുറ ഉണ്ടായി. ദൈവത്തിന് എന്നും ശത്രുവായ 2 തലമുറ. ദൈവജനത്തിന് എന്നും ശത്രുവായ മോവാബ്യരും അമ്മോനിയരും ഈ 2 പെൺമക്കളിൽ കൂടെ ജനിച്ചു. ഇമ്മോറലായിട്ട്, യോഗ്യമല്ല നിലയിൽ. എവിടുന്ന് കിട്ടി ഈ കൾച്ചറ്? ദൈവമക്കളെ, പരാജയം സംഭവിക്കുന്നത് ശ്രദ്ധിച്ചേ, അത് അവരുടെ ജീവിതത്തിൽ എന്നും ഒരു പരാജയത്തിന് കാരണമായി തീർന്നു. ഞാൻ വേഗത്തിൽ പോവുക, സമയമില്ലല്ലോ. സ്തോത്രം. അടുത്ത കാര്യം, അപ്പോൾ ഇവിടുത്തെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. He failed to influence his family spiritually. കാരണം അവൻ ഫെയിലായി പോയി. അവന് മക്കളോട് ഉപദേശിക്കാൻ പരാജയപ്പെട്ടു പോയി. കാരണം അവൻ പരാജയത്തിൽ കിടക്കുക. അവന് മാതൃക പറയാൻ പറ്റില്ല, അവന് മക്കളിലേക്ക് ഉപദേശിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. കാരണം പരാജയത്തിൽ, റോങ് തെരഞ്ഞെടുപ്പ്, റോങ് നോട്ടം, റോങ് സെലക്ഷൻ. സ്തോത്രം. തെറ്റായ വാസം, അത് മക്കളുടെ ജീവിതത്തിൽ പരാജയമായി. അവസാനം അടുത്തത്, വേഗത്തിൽ മുന്നോട്ട് പോകാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. He hesitated when God told him to leave. വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു? അതിന്റെ 19-ന്റെ 16-ാം വാക്യം.
അവൻ താമസിച്ചപ്പോൾ കർണ ചെയ്യാൽ അവനെയും ഭാര്യയും 2 പുത്രന്മാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി ആക്കി. എന്തുകൊണ്ട് അവൻ താമസിച്ചേ? സത്യേ, ദൈവത്തിന്റെ ദൂതൻ വന്നവനെ ഫോഴ്സ് ചെയ്യാ, കം ഔട്ട്. നിന്നോട് കരുണ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ? അബ്രഹാമിനോടുള്ള കരുണ കൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നില്ല ലോത്തിനോട് ദൈവത്തിന്റെ കരുണ വലിയ ലോത്ത് ആരാധിച്ച, ലോത്ത് യാഗം കഴിച്ചതിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് ലോത്തിനോട് കരുണ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് മധ്യസ്ഥ വഹിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. കർത്താവേ, നീ നശിപ്പിക്കല്ലേ, ഒരുവനുണ്ടെങ്കിൽ നശിപ്പിക്കല്ലേ. അങ്ങനെ 10 പേരുണ്ടെങ്കിലും നശിപ്പിക്കല്ലേ എന്ന് ഇടിവിൽ നിന്നും നെടുവീർപ്പിട്ട അബ്രഹാമിന്റെ ഹൃദയത്തെ കണ്ടുകൊണ്ട് ദൈവം സഹോദരനോട് കരുണ കാണിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, പലപ്പോഴും നമ്മൾ നിലനിൽക്കുന്നതും ആരൊക്കെയോ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവരല്ലേ. ആരൊക്കെയോ മധ്യസ്ഥ വഹിക്കുന്നില്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇതവന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അവൻ അനുസരിക്കാതിരുന്നത്? Why he hesitated? The reason, he was attached to the life he built in Sodom. സോദോമിൽ ജീവിച്ച ജീവിതവുമായി അവന്റെ മൈൻഡ് അറ്റാച്ച് ആയിപ്പോയി. അത് വേർവിടാൻ അവന് വലിയ പാടാ. നമ്മുടെ ജീവിതത്തിൽ പരാജയം പലതും അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതാ. അതിനെ ഡിറ്റാച്ച് ചെയ്യേണ്ടത് ഡിറ്റാച്ച് ചെയ്യണം, മാറ്റേണ്ടത് മാറ്റണം. ഈ സോദവുമായി അകത്ത് കിടക്കുന്നിടത്തും കാലം കർത്താവ് പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. വിശുദ്ധി ജീവിക്കണമെന്ന് പറഞ്ഞാൽ നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. നീ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയോ? സോദം അകത്ത് കിടക്കുക. ഇത് അകത്ത് കിടക്കുന്നിടത്തോളം കാലം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റാച്ച്. അതുകൊണ്ട് ഇവിടെ ദൈവം പറയും, ഫോഴ്സ് ചെയ്യ, ഇറങ്ങ്, കരുണ കാണിക്കുക. പക്ഷേ ലോത്ത് മാറുന്നില്ല. കാരണം he was so attached the life in Sodom. ദൈവമക്കളെ, സോദോം ഹൃദയത്തിനകത്ത് കയറരുത്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, he struggled to let go of what God was trying to save him from. അവനെ രക്ഷപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചതിൽ നിന്നും പുറത്തു പോകാൻ അവൻ സ്ട്രഗിൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കൂട്ടായ്മ ബന്ധം പോയല്ലേ, ആരാധന പോയില്ലയോ, ഇപ്പൊ സമയമില്ലല്ലോ. ഇപ്പോ യവന്റെ ലക്ഷ്യം മുഴുവനും യോർദാൻ പിടിച്ചടക്കുക എന്നുള്ളതാ, ആ പ്രദേശം മൊത്തം വാസം ചെയ്യുക എന്നുള്ളതാ. അതുകൊണ്ട് ഇപ്പം ആരാധിക്കാനുള്ള സമയമില്ലേ, യാഗം കഴിക്കാനും സമയമില്ലേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, ഇതിന് കൊടുക്കേണ്ട അബ്രഹാം എത്ര തിരക്കാണെങ്കിലും കറക്റ്റായിട്ട് എന്ത് ചെയ്തിരുന്നു? യാഗം കഴിച്ചിരുന്നു. സ്തോത്രം. ഇയ്യോബ് രാവിലെയും വൈകിട്ടും യാഗം കഴിച്ചിരുന്നു. അപ്പൊ ഇവിടെ യാഗവും ഇല്ല, കാരണം സമയമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഇത് അവനെ ഡിലേ ആക്കി. അപ്പം വ്യക്തമായി മനസ്സിലാക്കണം, ഡിലേഡ് ഒബീഡിയൻസ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾപ്പാനിടയായി. ഡിലേ ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ്, ഓർ ഡേഞ്ചറസ് ഒബീഡിയൻസ് എന്ന് വേണമെങ്കിലും പറയാം. ഒബീഡിയൻസ്. ഓക്കെ, ഹല്ലേലൂയ. അവസാനത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. ഹി ബാർഗൈൻഡ് വിത്ത് ഗോഡ് ഇൻസ്റ്റെഡ് ഓഫ് ട്രസ്റ്റിംഗ് ഹിം. ദൈവം പറയുന്നത് കേൾക്കുന്നതിന് പകരം അവൻ ദൈവത്തോട് ബാർഗൈൻ ചെയ്യുക. ദൈവം പറഞ്ഞു നീ പോ, ഇവിടെ നിന്ന് വിട്ടുപോ. അപ്പൊ അവൻ തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട് 18 മുതൽ. അങ്ങനെയല്ല കർത്താവേ, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ ഇപ്പൊ തോന്നിയല്ലോ. നോക്കിക്കേ, ഇത് പോകാൻ പറഞ്ഞാലും ഇപ്പോഴും അവൻ പറയുന്നത് ഇപ്പൊ കർത്താവിനോട് ബാർഗൈൻ ചെയ്യുക. അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ ഇത്രയൊക്കെ നീ കാണിച്ചല്ലോ, എന്നോട് എനിക്ക് വേണമെന്നൊക്കെ നൽകി ഇത്രയൊക്കെ കർത്താവ് കരുണ കാണിച്ചല്ലോ. ഇനി ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്ത് ചെയ്യാം? പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, കാരണം പ്രായമായി പോയല്ലോ. ഓടണ്ട, ചേർന്ന് നിൽക്കേണ്ട സമയത്തൊക്കെ ചേർന്ന് നിൽക്കാൻ പറ്റാതെ ഇപ്പം കൊണ്ടുവന്ന് താമസിച്ച് ഇപ്പൊ ബലമൊക്കെ ക്ഷയിച്ചു. എവിടെ താമസിച്ച? സോദോമിൽ താമസിച്ച. അപ്പൊ എനിക്കിപ്പോ എന്തില്ല? കഴിവില്ല. പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം സംഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു. എന്നിട്ടും പുള്ളിക്ക് ഡിറ്റാച്ച് ചെയ്യാൻ വലിയ പാടാ. എനിക്ക് ഓടാനൊന്നും വയ്യ, ഇവിടെ തൊട്ടടുത്തൊരു പട്ടണമുണ്ട്, ഞാൻ അവിടേക്ക് ഓടാം. അപ്പം കോംപ്രമൈസ് വരിക. ഇവിടെയും കോംപ്രമൈസാ. നമുക്ക് പലപ്പോഴും കോംപ്രമൈസ് ഉണ്ടല്ലോ, ഇത് കുഴപ്പമില്ലെന്നേ അല്ലേ. അപ്പൊ ഇവിടേക്ക് ഞാൻ ഓടാം, അത് ചെറുതാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോളാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അതും അവന്റെ ജീവിതത്തിലെ ഒരു പരാജയമായി. ആർഗ്യൂയിങ് ടു ഗോഡ്. ഹല്ലേലൂയ. പോകേണ്ടതിന് പകരം
ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പകൽക്കാലം മനസ്സിലാക്കണം, ഇതെല്ലാം ലോത്തിൻ്റെ ജീവിതത്തിൻ്റെ പരാജയമാണ്. അതിനുള്ള കോൺസിക്വൻസ് ശ്രദ്ധിക്കണേ. ഹി ലോസ്റ്റ് ഹിസ് ഹോം. അവൻ്റെ ഭവനം നന്നായി സുഖകാലമായി ജീവിതകാലം മൊത്തവും സുഖത്തോടെ ജീവിക്കാമെന്ന് ചിന്തിച്ച ഭവനം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഹി ലോസ്റ്റ് ഹിസ് വൈഫ്. ഹി ലോസ്റ്റ് ഹിസ് റെപ്യൂട്ടേഷൻ. ഹി ലോസ്റ്റ് ഹിസ് moral authority towards his children. He lost the future he could have. ഇത്രയും കാര്യങ്ങൾ ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്താ കാരണം? റോങ് സെലക്ഷൻ, തെറ്റായ തിരഞ്ഞെടുപ്പ്, തെറ്റായ നോട്ടം, തെറ്റായ ജീവിതവാസം, തെറ്റായ ആർഗ്യുമെന്റ്സ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം സ്തോത്രം നോക്കിക്കേ, എന്തൊക്കെ നഷ്ടമാണ് ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ജീവിതത്തിൽ പരാജയം സംഭവിച്ചു. ഞാൻ ആ പരാജയപ്പെട്ട വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വിൻ ടു ലേൺ എ ലോട്ട് ഓഫ് ലെസൺ ഫ്രം ഹിസ് ലൈഫ്. യവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം നമുക്കുണ്ടാകരുത്. ഐ എം നോട്ട് ടോക്കിംഗ് എവർ ഇവിടെ പറയുന്ന ഭൗതികത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ നോട്ടം കൊണ്ട് നിന്റെ നിത്യത പോകരുത്. നിന്റെ തെരഞ്ഞെടുപ്പ് കൊണ്ട് നിന്റെ നിത്യത പോകരുത്. നിന്റെ ജീവിത രീതി കൊണ്ട് നിന്റെ നിത്യത പോകരുത്. ഇന്ന് പകൽക്കാലം കണ്ണുകൾ അടയട്ടെ.